ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ സൺഡേ മലയാളം മിഷൻ്റെ 7ാമത്തെ ബാച്ചിൻ്റെ പ്രവേശനോത്സവമായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ പ്രവേശനോത്സവം നടത്താറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ മലയാളം മിഷനും നമ്മൾ പ്രവേശനോത്സവം നടത്തുന്നത്. കുട്ടികൾക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുമായിരുന്നു. ഇത് ഞങ്ങൾ മലയാളം മിഷൻ്റെ ക്ലാസ് നടത്തുന്നത് ഗുഡ് ഷെപ്പേർഡ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ്. നമ്മുടെ മലയാളിയായ ടോജോ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ടോജോ സാറിൻ്റെ വക കുട്ടികൾക്കുള്ള ഗിഫ്റ്റാട്ടോ ഇത്. ബുക്സും സ്റ്റേഷനറി ഐറ്റംസും ഒക്കെയാണ്. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഗിഫ്റ്റാണിത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള ഗിഫ്റ്റുകളും ചോക്ലേറ്റും ഒക്കെ കൊടുത്താണ് കുട്ടികളെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് നീതു ടീച്ചറുടെ ഇളയ കുട്ടിയാട്ടോ. അവൾ അടുത്ത വർഷം, അതായത് 6 വയസ്സ് തുടങ്ങിയാണ് ഈ മലയാളം മിഷനിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത വർഷം ജോയിൻ ചെയ്യാമെന്ന് അവൾ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് എല്ലാവരും കൂടിയാണ് ക്ലാസ് റൂമൊക്കെ അറേഞ്ച് ചെയ്തതും. നീതു ടീച്ചറിൻ്റെ പ്രാർത്ഥനാ ഗാനത്തോടു കൂടിയാണ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റർ നിഷ ടീച്ചറാണ് സ്വാഗതം പറഞ്ഞത്. വെസ്റ്റ് സോണിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ജിജോയും മലയാളി സമാജത്തിൻ്റെ ഭാരവാഹികളും ചേർന്നാണ് ഇനാഗുറേഷൻ നടത്തിയത്. ഇനാഗുറേഷൻ കഴിഞ്ഞപ്പോൾ അധ്യാപകരും കുട്ടികളും കൂടി മലയാളം മിഷൻ്റെ ഗാനം ആലപിക്കുകയുണ്ടായി.
അതിനുശേഷം രാജരാജേശ്വരി നഗർ മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ ഷാജി ആശംസാ പ്രസംഗം പറയുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ സീനിയർ ടീച്ചറായ ജിഷ ടീച്ചർ ഈ മലയാളം മിഷൻ്റെ പഠന രീതികളെക്കുറിച്ച് പുതിയ പാരൻസിനും കുട്ടികൾക്കും വിശദീകരിച്ചു കൊടുത്തു. മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി, ബുക്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാം തന്നെ ജിഷ ടീച്ചർ അവിടെ വിശദീകരിച്ചു. പുതിയ കുട്ടികളെ കൊണ്ട് ചെറുതായിട്ടൊക്കെ കഥകളും പാട്ടുമൊക്കെ പാടിക്കാൻ ടീച്ചർ ശ്രമിച്ചായിരുന്നു. പിന്നെ ഗുഡ് ഷെപ്പേർഡിൻ്റെ വകയുള്ള ഗിഫ്റ്റും കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് നമ്മുടെ മൈഥിലിക്കുട്ടി നീതു ടീച്ചറിൻ്റെ മോളുടെ നാടൻ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ചെറിയ റിഫ്രഷ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. മലയാളി അസോസിയേഷൻ്റെ വക സ്നാക്സും ചായയും ജ്യൂസും ഒക്കെ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും എല്ലാവരും ചേർന്ന് കൊടുക്കുകയുണ്ടായി. പിന്നെ നമ്മുടെ മലയാളം മിഷൻ്റെ ലാസ്റ്റ് കോഴ്സ് പൂർത്തീകരിച്ച നമ്മുടെ ആവണിക്കുട്ടിക്കുള്ള ടീച്ചേഴ്സിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് അവിടെ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ മലയാളം മിഷൻ സ്റ്റുഡൻറ്റും സന്ധ്യ ടീച്ചറിൻ്റെ മകനുമായ അദ്വൈതിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. മലയാളത്തിലായിരുന്നു കേട്ടോ അവൻ്റെ പ്രസംഗം. നല്ല അടിപൊളിയായിട്ട് മലയാളത്തിൽ അവൻ സംസാരിച്ചു. അതിനുശേഷം പാരൻസിൻ്റെ, അതായത് രക്ഷിതാക്കളുടെ സൈഡിൽ നിന്ന് സോണി അവരുടെ എക്സ്പീരിയൻസ്, മലയാളം മിഷൻ്റെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയുണ്ടായി കേട്ടോ. പിന്നെ നമ്മുടെ മലയാളം ക്ലാസ്സിലെ അനയയുടെ ഒരു കവിത ഉണ്ടായിരുന്നു. സുഗതാഞ്ജലി എന്ന് പറയുന്ന ഒരു മത്സരം നടത്തിയിരുന്നു. അതിൽ വിന്നറാണ് കേട്ടോ കർണാടക ചാപ്റ്ററിൻ്റെ. അനയയുടെ കവിത കഴിഞ്ഞപ്പോൾ നീതു ടീച്ചർ മലയാളം മിഷനിലുള്ള തൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. പിന്നീട് അഭിനവ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഗാനമുണ്ടായിരുന്നു. കുറച്ച് നാണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആൾ നല്ല എന്താ പറയുക സ്ഫുടമായിട്ട് തന്നെ മലയാളത്തിൽ പാടിയിട്ടോ, നല്ല സൂപ്പറായിട്ട് പാടി അവൻ. പിന്നീട് നമ്മുടെ പാർവണയുടെ ഒരു അടിപൊളി ഗാനം ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും തന്നെ നല്ല സ്ഫുടമായിട്ട് തന്നെ മലയാളത്തിൽ എന്താ പറയുക കവിതയും ഗാനവും പ്രസംഗവും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മലയാളം മിഷൻ്റെ അധ്യാപകർ ഞങ്ങളൊക്കെ ഒരു വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു കേട്ടോ അതൊക്കെ. പിന്നീട് നന്ദി പറയുക എന്നുള്ള കർത്തവ്യം അത് എനിക്കായിരുന്നു കേട്ടോ. എന്താ പറയുക വലിയ തെറ്റില്ലാണ്ട് ഞാൻ നന്ദി പ്രകാശനം നടത്തി. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു.